المدرسة الربانية. كونوا ربانيين. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാണ് ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അല്ലാഹുവിന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അല്ലാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുലാണെന്ന് അറിഞ്ഞ് അതിനെ വർജിക്കാനും അല്ലാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഷെയ്ഖ് സാലിം അത്വബീൽ ഹഫിദഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഔനുൽ ഗഫാർ എന്ന ഈ ഗ്രന്ഥത്തിൽ ഓരോ വിശ്വാസിയും നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനങ്ങളായ അടിസ്ഥാനപരമായ വിഷയങ്ങളാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൽ 10 ചോദ്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ വായിച്ചത്. 10ാമത്തെ ചോദ്യം, ഏറ്റവും ഗുരുതരമായ പാപം ഏതായിരുന്നു എന്നതാണ്. അത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ് എന്ന് മറുപടി പറഞ്ഞു. അതിന്റെ ഗൗരവത്തെ സംബന്ധിച്ചും ചില കാര്യങ്ങൾ ഉണർത്തി. അതിനുശേഷം 11ാമത്തെ ചോദ്യം, ഷിർക്കാണ് ഏറ്റവും ഗുരുതരമായ പാപം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഷിർക്ക് എന്ന് പഠിക്കൽ മനസ്സിലാക്കൽ അനിവാര്യമാണ്. അതുകൊണ്ട് 11ാമത്തെ ചോദ്യമായി മുസ്ലിം റഹ്മത്തുള്ളാഹി കൊണ്ടുവരുന്നത് മശ്ശിർക്കു, ഷിർക്ക് എന്താണ് എന്നതിനെ സംബന്ധിച്ചാണ്. എന്താണ് ഷിർക്ക് എന്നുള്ളതാണ്. അതിനുള്ള ഉത്തരം അൽ ജവാബ് ഹുവ ഇബാദത്തു ഇലാഹി മിൻ ദൂനില്ലാഹി തആല ഔ മഅല്ലാഹി തആല. അതിനുള്ള ഉത്തരം ഇതാണ്, ഇബാദത്തു ഇലാഹി മിൻ ദൂനില്ലാഹ്, ഒന്നുകിൽ അല്ലാഹുവിനെ കൂടാതെ വേറൊരു ആരാധ്യനെ ഇബാദത്ത് അർപ്പിക്കുന്നു, അല്ലാഹുവിനെ ഇബാദത്ത് അർപ്പിക്കുന്നില്ല, അർപ്പിക്കാതെ തന്നെ വേറൊരു ആരാധ്യനെ ഇബാദത്ത് അർപ്പിക്കുന്നു. അതല്ലെങ്കിൽ ഔ മഅല്ലാഹി തആല, അല്ലെങ്കിൽ അള്ളാഹുവിനെ ഇബാദത്ത് അർപ്പിക്കുന്നതിനോട് കൂടെ വേറെ ആർക്കെങ്കിലും എന്ത് ചെയ്യുന്നു, ഇബാദത്തുകൾ അർപ്പിക്കുന്നു. ഇതാണ് അടിസ്ഥാനപരമായി വ്യാപകമായി സമൂഹത്തിൽ കാണുന്നത് അശുദ്ധതാണ്. ഇവിടെ ഇതിന്റെ വിശദാംശത്തില് മുസന്നിഫ് പറയുന്നു, ലാ യകൂനു തൗഹീദു സഹീഹൻ മാ ലം യഖ്തരി മഅഹു തജന്നുബു ശിർക്ക്. തൗഹീദിന്റെ ചില മഹത്വങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു, ഷിർക്കിന്റെ അപകടവും പറഞ്ഞു. തൗഹീദ് ഒരാളുടെ ശരിയാകണമെങ്കിൽ ലാ യകൂനു തൗഹീദു സഹീഹ, തൗഹീദ് ശരിയാവുകയില്ല എപ്പോഴല്ലാതെ മാലം യഖ്തരി മഅഹു തജന്നുബു ശിർക്ക്, അതിനോട് കൂടെ ഷിർക്കിനെ വെടിയുക എന്നുള്ളത് കൂടി എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒരുമിച്ച് കൂടേണ്ടതുണ്ട്, യോജിച്ചു വരേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഒരാളുടെ തൗഹീദ് ശരിയാവുകയുള്ളൂ. കാരണം അല്ലാഹു തആല പറഞ്ഞു, വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ, വഅബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം. പരിശുദ്ധ ഖുർആനിൽ എവിടെയെല്ലാം ഇബാദത്ത് അല്ലാഹുവിനെ അർപ്പിക്കണം എന്ന് പറയുന്നുണ്ടോ അതിന്റെ എല്ലാം വ്യാഖ്യാനം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം. അതിന്റെ എല്ലാം അർത്ഥം ഇബാദത്ത് അല്ലാഹുവിനെ മാത്രം അർപ്പിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ഇബാദത്ത് അർപ്പിക്കണം. വലാ തുശ്രികൂ ബിഹി ശൈഅ, ഒരു കാര്യവും അവനോട് നിങ്ങൾ പങ്കു ചേർക്കാൻ പാടില്ല.
അവരിൽ ആരെയും പങ്കു ചേർക്കാൻ പാടില്ല. അപ്പോൾ തൗഹീദ് പറഞ്ഞപ്പോൾ അതിന് കൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്ക് പാടില്ല എന്ന് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. فأمرنا سبحانه وتعالى بعبادته ونهانا عن الشرك. അപ്പോൾ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് അവൻ മാത്രം ഇബാദത്ത് ചെയ്യാൻ കൽപ്പിക്കുന്നു, അതിനോട് കൂടെ തന്നെ ചെയ്യുന്നു, ശിർക്ക് പാടില്ല എന്ന് നിരോധിക്കുകയും ചെയ്യുന്നു. وكذلك لا يتحقق التوحيد إلا مع البراءة من الشرك. അതേപോലെ തന്നെ ശിർക്കിൽ നിന്ന് ബറാഅത്ത് പറയൽ കൊണ്ടല്ലാതെ, അതുമായുള്ള ബന്ധവിച്ഛേദനം നടത്തൽ കൊണ്ടല്ലാതെ തൗഹീദ് സാക്ഷാത്കരിക്കാൻ സാധിക്കുകയില്ല. തൗഹീദ് യാഥാർത്ഥ്യമാകണമെങ്കിൽ ശിർക്കിൽ നിന്ന് സമ്പൂർണ്ണമായും ബറാഅത്ത് പറയണം, അതുമായി ബന്ധവിച്ഛേദനം നടത്തണം. എന്താണ് അതിനുള്ള തെളിവ്? അല്ലാഹു തആല പറയുന്നു, ഫമൻ യക്ഫുർ ബിത്താഗൂതി. ആദ്യം ഇവിടെ പറയുന്നത് താഗൂത്തിനെ ആരാണോ നിഷേധിക്കുന്നത്, അതായത് അല്ലാഹു അല്ലാതെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന സകലരും താഗൂത്താണ്. അപ്പോ അല്ലാഹു അല്ലാതെ ഇബാദത്ത് സ്വയം ഇഷ്ടപ്രകാരം ഇബാദത്ത് ചെയ്യപ്പെടുന്നവരാണ്. ചിലപ്പോൾ ചില അമ്പിയാക്കളുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്, അവർക്ക് ആളുകൾ ഇബാദത്തിൽ അർപ്പിക്കുന്നുണ്ടാകും, അവർക്കത് സംതൃപ്തിയായിരിക്കുകയില്ല, എന്നാൽ അവർ താഗൂത്ത് എന്ന് പറയാൻ പാടില്ല. ഇവരുടെ ഈ പ്രവൃത്തി എന്താണ്? ഇവർ യഥാർത്ഥത്തിൽ അവിടെ ഇബാദത്ത് ചെയ്യുന്നത് താഗൂത്തിനാണ്. താഗൂത്ത് എന്ന് പറഞ്ഞാൽ ശൈത്വാനിന്റെ പ്രേരണ പ്രകാരമാണ് ഇവർ നീങ്ങുന്നത്. അസ്വാലിഹീൻ അല്ലെങ്കിൽ നബിക്ക് ഇബാദത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവരുടെ ഇബാദത്ത് യഥാർത്ഥത്തിൽ ശൈത്വാനിനാണ് ഉള്ളതാണ്. അതുകൊണ്ട് ആ പ്രവൃത്തി താഗൂത്ത് തന്നെയാണ്. അപ്പൊ ആരാണോ താഗൂത്തിനെ നിഷേധിക്കുകയും വേണ്ടില്ല, അല്ലാഹു യഥാർത്ഥത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ ലം തിസ്വാമ ലഹാ, അവൻ ഉർവത്തുൽ വുസ്ഖ, ബലിഷ്ഠമായ അല്ലാഹുവിന്റെ ഭാഷത്തിൽ മുറുകെ പിടിച്ചവനാണ്, അത് നീങ്ങുകയില്ല, പൊട്ടിപ്പോവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വകഫറ ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ്. ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്, അവിടെ അവസാനിപ്പിച്ചില്ല, ഇവിടെ വകഫറ ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്നവകളെ നിഷേധിക്കുകയും ചെയ്യുന്നവർ ആരാണോ, എന്നാൽ അവന്റെ ഭൂമിയിൽ അവനെ മുസ്ലിമായിട്ടാണ് എന്ത് ചെയ്യപ്പെടുക, പരിഗണിക്കപ്പെടുക. അവന്റെ സമ്പത്തും രക്തവുമെല്ലാം പവിത്രങ്ങളാണ്, അതിനെ അപഹരിക്കുക എന്നുള്ളത് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ ഉള്ളെന്താണെന്ന് അള്ളാഹു നാളെ എന്ത് ചെയ്യും, ഹിസാബിലൂടെ വെളിപ്പെടുത്തും. യാഥാർത്ഥ്യം അള്ളാഹുവിനെ അറിയും. അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്, അള്ളാഹു അല്ലാതെ ഇബാദത്ത് ചെയ്യപ്പെടുന്നവകളെ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്, എന്നാൽ അവൻ ആരാണ്? മുസ്ലിമാണ്. ഇത് പറഞ്ഞതിന് ശേഷം മുസന്നിഫ് ഹഫിളഹുല്ലാഹ് ശിർക്കിന്റെ പ്രധാനപ്പെട്ട രണ്ട് വകഭേദങ്ങൾ പറയുകയാണ്. വശിർക്കു നൗആനി, ശിർക്ക് രണ്ടിനങ്ങളുണ്ട്. ഒന്ന് ശിർക്കുൻ അക്ബർ, വലിയ ശിർക്കാണ്. വലിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ വഹുവ സർഫു ശൈഇൻ മിൻ അൻവാഇൽ ഇബാദത്തി ലിഗൈരില്ലാഹി തആല. ഇബാദത്തിന് ധാരാളം ഇനങ്ങളുണ്ട്. ഇബാദത്തിന്റെ ഇനങ്ങൾ വ്യത്യസ്തങ്ങളാണ്, വൈവിധ്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് ഒരു അടിമ അടുക്കാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചിരിക്കുന്ന ഏത് കാര്യവും എന്താണ്? ഇബാദത്താണ്. അള്ളാഹു ചില കാര്യങ്ങൾ ചെയ്താൽ അതിന്റെ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞില്ല. നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇബാദത്തിലാണ്. ഏതെങ്കിലും ഒരു കാര്യത്തെ അള്ളാഹു പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഇബാദത്താണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇബാദത്തിന്റെ ഇനങ്ങൾ വ്യത്യസ്തങ്ങളാണ്. ഇതിലേതെങ്കിലും ഒരു ഇനം എന്ത് ചെയ്യുന്നു, ഇബാദത്തിന്റെ ഇനങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ തിരിച്ചുവിടുന്നു, ഇല്ല അള്ളാഹു അല്ലാത്തവരിലേക്ക്. എന്നാൽ അതാണ് ശിർക്കുൻ അക്ബർ, വലിയ ശിർക്ക്. അതാണ് അള്ളാഹുവിന് അർപ്പിക്കേണ്ട ഏതെങ്കിലും ഒരു ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് കൊടുത്തു, ഇത് വലിയ ശിർക്കാണ്. മിസാലുഹു അദ്ബഹു ലിഗൈരില്ല, അതിന് ഉദാഹരണമാണ് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലികർമ്മം നടത്തുക എന്നുള്ളത്. അല്ലാഹു തആല പറഞ്ഞു, ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നബിയെ താങ്കൾ പറയുക, ഇന്ന സ്വലാത്തി, എന്റെ നമസ്കാരം, വനുസുകി, എന്റെ ബലികർമ്മവും, വമഹ്യായ വമമാതി, എന്റെ ജീവിതവും മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിനുള്ളതാണ്. അപ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഇബാദത്തുകൾ അല്ലാഹു എടുത്തു പറഞ്ഞിരിക്കുകയാണ്. നമസ്കാരം, മറ്റൊന്ന് ബലികർമ്മം. ഇത് അല്ലാഹുവിന് മാത്രം അർപ്പിക്കേണ്ട ഇബാദത്താണ്. ഈ ഇബാദത്ത് അല്ലാഹു അല്ലാതെ വേറെ ഒരാൾക്ക് അർപ്പിച്ചാൽ അതെന്തായി മാറി? ശിർക്കായി മാറും.
അതേപോലെ വമിൻഹു സുജൂദു ലിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവർക്ക് ഒരാൾ സുജൂദ് ചെയ്തു, എന്നാലും എന്താണ് വലിയ ശിർക്കാണ്. വകദാക ദുആഉ ഗൈരില്ലാഹി തആല, അല്ലാഹു അല്ലാത്തവരോട് ഒരാൾ ദുആ ചെയ്തു, പ്രാർത്ഥിച്ചു, ഇതെല്ലാം വലിയ ശിർക്കിന്റെ ഇനത്തിൽപ്പെട്ടതാണ്. ഇനി ശിർക്കുൻ അസ്ഗർ, രണ്ടാമത്തെ ഇനം ചെറിയ ശിർക്കാണ്. ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ ഹുവ മാ അതാ ഫി നുസൂസി അന്നഹു ശിർക്കുൻ, നുസൂസുകളിൽ, അതായത് പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളിൽ അല്ലെങ്കിൽ ഹദീസുകളിൽ ഇന്ന കാര്യം ശിർക്കാണ് എന്നുള്ള ഉദ്ധരണി വന്നിട്ടുണ്ട്, നസ്സുണ്ട്, ഖണ്ഡിതമായി പറയുന്നുണ്ട് ഇന്നത് ശിർക്കാണ്, ഇന്ന പുറപ്പണി ചെയ്താൽ ഇത് കുഫറാണ്, ശിർക്കാണ് എന്ന് ഖുർആനിലോ ഹദീസിലോ വരുന്നുണ്ട്. പക്ഷേ വലം യസ്ൽ ഇലാ ഹദ്ദി ശിർക്കിൽ അക്ബർ, അത് വലിയ ശിർക്കിന്റെ പരിധിയിലേക്ക് എത്തുന്നില്ല. വഹുവ വസീലത്തുൻ ഇലാ ശിർക്കിൽ അക്ബർ, വലിയ ശിർക്കിന്റെ ശിർക്കിലേക്ക് എത്തുന്ന ഒരു മാർഗമാണ്, വസീലയാണ്, അതിലേക്ക് എത്തിക്കുന്നതാണ്. എന്നാൽ വലിയ ശിർക്കിന്റെ പരിധിയോളം അത് എത്തുകയില്ല. എന്നാൽ അതിനെ സംബന്ധിച്ച് എന്ത് പറഞ്ഞിട്ടുണ്ട്? ശിർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്, കുഫർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെറിയ ശിർക്ക്. അതിന് ഉദാഹരണമാണ് അൽ ഹലിഫു ബിഗൈരില്ലാഹ്, ഒരാൾ അല്ലാഹു അല്ലാത്തവനെ കൊണ്ട് ചെയ്യുന്നു, സത്യം ചെയ്യുന്നു. അങ്ങനെ ചെയ്താൽ അത് ചെറിയ ശിർക്കാണ്. നമ്മുടെ നാടുകളിലെല്ലാം ധാരാളം ആളുകൾ ചെയ്യുന്ന ഒരു രീതിയാണ്. പലപ്പോഴും ചെയ്യുന്നു, അറിവില്ലായ്മ കൊണ്ട് ഉപ്പയെ പിടിച്ച് സത്യം ചെയ്യും, ഉമ്മയാണ് സത്യം എന്ന് പറയും. അല്ലെങ്കിൽ തലയിൽ വെച്ചിട്ട് സത്യം ചെയ്യും, തലയിൽ കൈ വെച്ചിട്ട് സത്യം ചെയ്യുക, തല പവിത്രമാണ് എന്നുള്ള വിശ്വാസത്താലാണ്. ഇങ്ങനെ പല സൃഷ്ടികളെ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? സത്യം ചെയ്യുന്നുണ്ട്. ഇത് വളരെ ഗുരുതരമായ കാര്യമാണ്. ഇത് ചെറിയ ശിർക്കാണെങ്കിൽ വലിയ ഗുരുതരമാണ്. ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ നിസ്സാരമാണെന്നല്ല അതിനർത്ഥം. അപ്പോ അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യാതിൽപ്പെട്ടതാണ്. കാരണം ശേഷം വരുന്ന ചോദ്യത്തിൽ അതിനെ വിശദീകരിക്കുന്നുണ്ട് മുസ്ലിംകൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹലഫ ബിഗൈരില്ലാഹ് ഫഖദ് കഫറ ഔ അശ്റക, ആരെങ്കിലും അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്താൽ അവൻ കുഫർ ചെയ്തിരിക്കുന്നു, ഔ അശ്റക അല്ലെങ്കിൽ ശിർക്ക് ചെയ്തിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ കുഫർ, ശിർക്ക് എന്നീ പ്രവൃത്തിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന രീതിയിലുള്ള വലിയ ശിർക്കിന്റെ ഗണത്തിലേക്ക് എന്ത് ചെയ്യുന്നില്ല, അത് വരുന്നില്ല. ഈ വലിയ ശിർക്കിന്റെയും ചെറിയ ശിർക്കിന്റെയും ഇടയിൽ ചില വ്യത്യാസങ്ങളുണ്ട്. അതിന് ചില തിരിച്ചറിയാനുള്ള ചില മാർഗങ്ങളുണ്ട്. എന്തെല്ലാമാണത്? ഒന്ന്, അന്ന ശിർക്കൽ അക്ബർ യുഖ്രിജു മിനൽ മില്ല, വലിയ ശിർക്ക് ഒരാൾ ചെയ്താൽ അതെന്ത് ചെയ്യും? അവൻ ഇസ്ലാമിക മില്ലത്തിൽ നിന്ന് പുറത്താക്കും. വലിയ ശിർക്ക് ഒരാളെ ഇസ്ലാമിൽ വെക്കുകയില്ല, ഇസ്ലാമിൽ പുറത്തു കളയുന്നതാണ്. വശിർക്കുൽ അസ്ഗർ ലാ യുഖ്രിജു മിനൽ മില്ല, എന്നാൽ ചെറിയ ശിർക്കാണ് എങ്കിൽ അത് മുഖേന ഒരാൾ എന്ത് ചെയ്യുന്നില്ല, അത് അവനെ ഇസ്ലാമിൽ പുറത്തു കടത്തുന്നില്ല, അവൻ മുസ്ലിമാണെന്ന് തന്നെ പറയാൻ പറ്റും. വലാകിന്നഹു വസീലത്തുൻ ഇലാ ശിർക്കിൽ അക്ബർ, പക്ഷെ അത് വലിയ ശിർക്കിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു മാർഗമാണ്. ഉദാഹരണം പറഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് എന്ത് ചെയ്യുന്നു? സത്യം ചെയ്യുന്നു. ഇത് സത്യം ചെയ്യപ്പെടാൻ ഏറ്റവും മഹത്വമുള്ളവൻ അല്ലാഹുവാണ്. ആ സ്ഥാനത്തേക്ക് വേറെ ഒരാളെ വെച്ചു കൊടുക്കലാണ്. ഇത് പലപ്പോഴും വലിയ ശിർക്കിലേക്ക് നയിക്കും, ശിർക്കിലേക്ക് നയിച്ചിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഒരാള് പറയാണ്, എന്താണ്, രണ്ടുപേരും തന്നെ തർക്കം ഉണ്ടാകുമ്പോൾ ഒരാള് പറയുന്നു, എന്താണ്, അള്ളാഹുവിനെ കുറിച്ച് സത്യം ചെയ്യാൻ പറയുന്നു. ചില ആളുകൾ പെട്ടെന്ന് സത്യം ചെയ്യും, കളവായിരിക്കും, പക്ഷെ എന്ത് ചെയ്യും? അള്ളാഹുവിനെ കുറിച്ചിട്ട് വളരെ നിസ്സാരമായി സത്യം ചെയ്യും. അള്ളാഹി ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അതിങ്ങനെയാണ്, ഇതുപോലെ സത്യം ചെയ്യും. ഇങ്ങനെയുള്ള ഒരാളുടെ അടുക്കൽ പറയണത്, എങ്കിൽ ഈ ഖബറിൽ മറവാടപ്പെട്ട് കിടക്കുന്ന ഇന്ന ശേഖ്, ഇന്ന വലിയ അദ്ദേഹത്തിന് പിടിച്ച് സത്യം ചെയ്യും എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യില്ല? അദ്ദേഹം സത്യം ചെയ്യില്ല. കാരണം അള്ളാഹുവിനേക്കാൾ ഇവന്റെ അടുക്കൽ മഹത്വമുള്ളവനാരാണ്? ഈ ഖബറിൽ കിടക്കുന്ന വലിയ, അതിന്റെ ശേഖാണ്. അപ്പോ ഇത് ശിർക്കിലേക്ക് നയിക്കുന്നതാണ്, അതാണ് ശിർക്കിലേക്ക് എത്തിപ്പെടും. അള്ളാഹുവിനേക്കാളും ഒരാൾ എന്ത് ചെയ്യുന്നു? അള്ളാഹു അല്ലാത്തവനെ സ്നേഹിക്കുന്നു, വലിയ ശിർക്കാണ്. അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ വേറൊരാളെ സ്നേഹിക്കുന്നത് എന്താണ്? ശിർക്കാണ്. അപ്പൊ അള്ളാഹുവിനേക്കാൾ അധികമായി വേറൊരാളെ സ്നേഹിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യുന്നത് കഠിനമായ ശിർക്കാണ്. അപ്പൊ ഇത് കൊണ്ടെത്തിക്കുന്നത് എവിടേക്കാണ്? വലിയ ശിർക്കിലേക്കാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ വ്യത്യാസം, ഒരാളിൽ വലിയ ശിർക്ക് സംഭവിച്ചു,
ഒരാൾ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുന്നു, അവരോട് ദുആ ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് നേർച്ചകൾ അർപ്പിക്കുന്നു, ബലികൾ അർപ്പിക്കുന്നു, ഇത് വലിയ ശിർക്കാണ്. വലിയ ശിർക്ക് സംഭവിച്ചാൽ അവന്റെ എല്ലാ അമലുകളും ചെയ്യും ബാത്തിലേക്ക് പറയും. അവൻ ചെയ്യുന്ന അമലുകൾ മുഴുവൻ ബാത്തിലേക്ക് പോകും. അവന്റെ നമസ്കാരങ്ങൾ മുഴുവൻ പോകും. നോമ്പുകള്, സക്കാത്ത്, ഹജ്ജ്, ഉംറ, അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ, എന്തെല്ലാം അമലുകൾ ചെയ്യുമ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്തിട്ടുണ്ടാകാം, എത്ര സേവനങ്ങൾ ചെയ്താലും ഇതെല്ലാം ബാത്തിലേക്ക് പോകും. എന്നാൽ ചെറിയ ശിർക്കാണെങ്കിൽ അത് എന്ത് ചെയ്യില്ല, അത് ആ അമലിനെ എല്ലാ അമലുകളെയും കുറിച്ച് കളയില്ല. എന്നല്ല, അവരാ റിയാവോടെ ചെയ്ത അല്ലെങ്കിൽ സുമാറ്റി ഒരാളുടെ പ്രശംസയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഒരു കർമ്മം ചെയ്തത്, ചെറിയ ശിർക്കാണ്. മറ്റുള്ളവരെ കാണിക്കാൻ ലോകമാന്യതയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, നമസ്കരിച്ചത് ചെറിയ ശിർക്കാണ്. അപ്പോ ആ ചെയ്തിരിക്കുന്ന ആ ഭാഗമാണ് എന്ത് ചെയ്യുക, ബാത്തിലേക്ക് പോകുക. ഒരാൾ നമസ്കരിക്കുകയാണ്, അവന്റെ അടിസ്ഥാന ലക്ഷ്യം അള്ളാഹുവിനാണ് ഇബാദത്ത്. പക്ഷെ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവൻ എന്ത് ചെയ്തു, റിയാ വന്നു. റിയാ വന്നാൽ അതിന്റെ ഭാഗം എന്ത് ചെയ്യുന്നു, നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. എന്നാൽ ചിലപ്പോൾ ഇതിലേക്ക് പൂർണ്ണമായിട്ടും ആ അമല് ബാത്തിലാക്കി കളയുന്നത് എന്തിന്റെ റിയാവുമുണ്ട്, ചെറിയ ശിർക്കുകളുമുണ്ട് അതിന്റെ സ്വഭാവം അനുസരിച്ച്. എന്നാൽ പൂർണ്ണമായിട്ടും നിരുപാധികം എന്ത് ചെയ്യില്ല, അമലുകളെ പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കാൻ ആക്കുമെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ വലിയ ശിർക്ക് അങ്ങനെയല്ല. വലിയ ശിർക്ക് ഒരാളിന് സംഭവിച്ചാൽ എന്ത് ചെയ്യുന്നു, പൂർണ്ണമായും അവന്റെ അമലുകൾ ബാത്തിലാകും എന്നുള്ളതാണ്. മൂന്നാമത്തേത് ഒരു ഇസ്ലാമിക ഹാക്കിമ് ഉള്ള സ്ഥലങ്ങളിൽ അവരോട് കൽപ്പിക്കപ്പെട്ടതാണ് ജിഹാദ് എന്നുള്ളത്. നിബന്ധനകൾ പാലിക്കപ്പെട്ട നിലയിൽ ഇമാമിന് എന്ത് ചെയ്യണം, ജിഹാദ് ചെയ്യണം. ഹർബിയായ കാഫറുകളോടാണ് ജിഹാദ്. കാഫറുകൾ 4 വിധമാണ്. അത് പറഞ്ഞെങ്കിൽ ചിലപ്പോൾ അബദ്ധം അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടായേക്കാം. കാഫറുകൾ 4 വിധമാണ്. ഒന്ന് ദിമ്മിയായ കാഫറാണ്. ദിമ്മിയായ കാഫർ എന്ന് പറഞ്ഞാൽ ശർഈയായ ജിഹാദുകൾ നടക്കുമ്പോൾ അവിടെ കീഴ്പ്പെടുത്തപ്പെട്ട നാടുകളിലുള്ള മുസ്ലിമീങ്ങളായ ആളുകൾ ജിസിയ നൽകിക്കൊണ്ട് ഇസ്ലാമിക ഭരണാധികാരിക്ക് താഴെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവരാണ് അത് ദിമ്മിയായ കാഫർ. അതേപോലെ തന്നെ മുആഹദായ കാഫറുണ്ട്. ഒരു ഇസ്ലാമിക രാഷ്ട്രം അമുസ്ലിം രാഷ്ട്രവുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്, സന്ധി കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അവരുമായിട്ട് യുദ്ധം പാടില്ല എന്നുള്ളത് ഇത്ര കാലത്തേക്ക് ഒരു അളവ് വെച്ചിട്ട് എന്ത് ചെയ്യും, സന്ധിയിൽ ഏർപ്പെടും, ഉടമ്പടിയിൽ ഏർപ്പെടും. അങ്ങനെയുള്ള നാടുകളിലുള്ള കുഫാറുകൾ ആരാണ്, മുആഹദാണ്. മറ്റൊരു മുസ്തഅ്മനാണ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു രാജ്യമോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ, ഒരു മുസ്ലിം വ്യക്തി എന്ത് ചെയ്യുന്നു, ഒരു കാഫിർ ഞാൻ ഇതിന് അഭയം നൽകിയിരിക്കുന്നു എന്നൊരു കാഫിറിനെ പ്രഖ്യാപിച്ചാൽ മുസ്തഅ്മനാണ്. ഈ 3 വിഭാഗം കാഫറുകളെയും ഉപദ്രവിക്കുക എന്നുള്ളത്, വധിക്കുക എന്നുള്ളത് വലിയ പാപമാണ്, ചെറിയ പാപമല്ല, വലിയ പാപത്തിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെ മുസ്തഅ്മനായോ ദിമ്മിയോ മുആഹദോ ആയ കാഫിറിനെ വധിക്കുന്നവൻ സ്വർഗത്തിന്റെ പരിമളം പോലും അവന് ലഭിക്കുകയില്ല. 40 വർഷത്തെ വഴി ദൂരം അതിന്റെ വാസന ചെയ്യും, അടിച്ചു വീശും, അതുപോലും ലഭിക്കുകയില്ല. അത് വലിയ പാപമാണ്. പിന്നെ ഉള്ളതാരാണ്, ഹർബിയായ കാഫിറാണ്. ഈ പറയുന്ന സന്ധിയിൽ ഏർപ്പെട്ടിട്ടില്ല, ആരും അഭയം കൊടുത്തിട്ടില്ല, അതല്ലെങ്കിൽ ദിമ്മിയല്ല, ഇസ്ലാമിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ മുസ്ലിം രാജ്യവുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുന്ന നാട്ടിലാളുകൾ. അങ്ങനെയുള്ളതായ ഒരു കാഫിറിന്റെ ദമും രക്തവും ഈ പറയുന്ന ഹാക്കിമിന്, ഇമാമിന് എന്താണ്, അനുവദനീയമാണ്. പവിത്രമല്ല അവന്റെ രക്തവും സമ്പത്തും. അപ്പോ ഈ വലിയ ശിർക്ക് സംഭവിക്കുന്നത് മുഖേന എന്ത് ചെയ്യുന്നു, അവരുടെ രക്തവും സമ്പത്തും അതേപോലെ തന്നെ അനുവദനീയമായി തീരുന്നു. ഒരാൾ ചെറിയ ശിർക്കാണ് സംഭവിച്ചത്, എന്നാൽ എന്ത് ചെയ്യില്ല, ഈ പറയുന്ന ഹുക്മ വിധി അവനിൽ ബാധകമല്ല. അപ്പൊ ചെറിയ ശിർക്കാണ് സംഭവിക്കുന്നതെങ്കിൽ അവന്റെ രക്തമോ സമ്പത്തോ ഈ പറയുന്ന പോലെ അനുവദനീയമാവുന്നില്ല. മാത്രമല്ല അവൻ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തു പോവുകയുമില്ല. ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തുപോയാണ് യുദ്ധത്ത് സംഭവിച്ചതുകൊണ്ടിരിക്കോ മുശ്രിക്കായി. എന്നാലും ആ ഇമാമിനെ സംബന്ധിച്ചിടത്തോളം അവനെ വധിക്കുക എന്നുള്ളതായി മാറി, നിർബന്ധമായി മാറി. ഒരു ശരിയായ ശർഈയായ ഹാക്കിമ് നിലവിലുണ്ടെങ്കിൽ യുദ്ധത്ത് സംഭവിച്ചാൽ അവനെ കൊന്നുകളയണം.
എന്നുള്ളതാണ്. ഇത് മനുഷ്യനെ വധിക്കുന്നതിന് ചില പ്രത്യേകമായ നിയമങ്ങളുണ്ട്. അതിലൊരു നിയമമാണത് അവൻ യുദ്ധത്തിൽ സംഭവിക്കുക, കുഫർ ശിർക്ക് സംഭവിക്കുക എന്നുള്ളത്. നാലാമത്തേത് അന്ന ശിർക്കൽ അക്ബർ യുഖല്ലിദു സാഹിബഹു ഫിന്നാർ. ശിർക്കുൽ അക്ബർ സംഭവിച്ചാൽ അങ്ങനെയുള്ള ഒരാൾ കാലാകാല നരകത്തിലായി, അവന് മോചനമില്ല. അമ്മ ശിർക്കുൽ അസ്ഗർ ഫലാ യുഖല്ലിദു സാഹിബഹു ഫിന്നാർ. ചെറിയ ശിർക്ക് സംഭവിച്ചാൽ അത് കാലാകാല നരകത്തിന്റെ അവകാശിയാക്കുന്നില്ല. അതൊരു പാപം പോലെയാണ്, അതിന് ശിക്ഷ ലഭിക്കുന്നതിനിട്ടേക്കാം, പക്ഷെ അവൻ കാലാകാല നരകത്തിന്റെ അവകാശിയാവുകയില്ല എന്നുള്ളത്. ഇതാണ് ചെറിയ ശിർക്കിന്റെയും വലിയ ശിർക്കിന്റെയും ഇടയിലുള്ള വ്യത്യാസം. അതിനുശേഷം 12ാമത്തെ ചോദ്യത്തിൽ മുസന്നിഫ് ഹഫിദഹുല്ലാഹ് ചോദിക്കുന്നു, അക്മിൽ ഹദീസ്. قال رسول الله صلى الله عليه وسلم رسول صلى الله عليه وسلم പറഞ്ഞു, ഈ ഹദീസ് പൂർത്തിയാക്കാണ്. മൻ ഹലഫ ബിഗൈരില്ലാഹ്, കഴിഞ്ഞ ഉത്തരത്തിൽ വിശദീകരിച്ചതാണ്. അള്ളാഹു അല്ലാത്തവനെ കൊണ്ട് ആരെങ്കിലും സത്യം ചെയ്താൽ അതിന്റെ ബാക്കി എന്താണെന്നുള്ളതാണ് ചോദ്യം. അൽ ജവാബ് ഫഖദ് കഫറ ഔ അശ്റക, അവൻ ശിർക്ക് ചെയ്തു അല്ലെങ്കിൽ എന്ത് ചെയ്തു, കുഫർ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ചെറിയ ശിർക്കിന്റെ ഒരു ഉദാഹരണം മുസന്നിഫ് ഇവിടെ ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്. അതിന്റെ വിശദാംശവും അൽ ഹലിഫു ഹുവ തൗകീദുൽ അംരി ബിദിക്രി മുഅദ്ദമി. എന്താണ് സത്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ? എന്താണ് അതിന്റെ അർത്ഥം? സത്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ ഉറപ്പിക്കലാണ്. ഇന്ന കാര്യം ഇങ്ങനെയാണ് എന്ന് എന്ത് ചെയ്യുന്നു, ഉറപ്പിച്ചു പറയുന്നു. എങ്ങനെയാണ് ഉറപ്പിച്ചു പറയുന്നത്? ബിദിക്രി മുഅദ്ദമി, ബഹുമാനിക്കപ്പെടുന്ന ഒരു കാര്യത്തെ പരാമർശിച്ചുകൊണ്ട്. അപ്പൊ അതിനാണ് സത്യം ചെയ്യുക എന്ന് പറയുന്നത്. ബഹുമാനിക്കപ്പെടാൻ ഏറ്റവും അർഹനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. വൽഹലിഫു യജിബു അൻ യകൂന ബിസ്മിൻ മിൻ അസ്മാഇല്ലാഹി തആല. അല്ലാഹുവിന്റെ അസ്മാഉകളിൽ നിന്ന് ഏതെങ്കിലും ഇസ്മുകൾ കൊണ്ട് എന്ത് ചെയ്യാവും, സത്യം ചെയ്യാവും. വല്ലാഹി, തല്ലാഹി, അല്ലെങ്കിൽ വറബ്ബിൽ കഅബ, കഅബയുടെ റബ്ബ് തന്നെ സത്യം എന്നെല്ലാം സാധാരണ പറയലുണ്ട്. വല്ലാഹുൽ അദീം, ഇങ്ങനെ അള്ളാഹുവിന്റെ അസ്മാഉകളെ കൊണ്ട് പറയുക. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഏതെങ്കിലും സിഫാത്തുകളെ കൊണ്ട്, അള്ളാഹുവിന്റെ കലാമിനെ കൊണ്ട്, അള്ളാഹുവിന്റെ വിശിഷ്ടമാക്കപ്പെട്ടിരിക്കുന്ന സമ്പൂർണ്ണങ്ങളായ സിഫാത്തുകളുണ്ട്, ഏതെങ്കിലും സിഫാത്തിനെ കൊണ്ട് എന്ത് ചെയ്യുക, സത്യം. ഇത്രേ പാടുള്ളൂ. ഇതല്ലാത്ത ഒരു കാര്യം കൊണ്ടും ചെയ്യാൻ പാടില്ല. സത്യം ചെയ്യുക എന്നുള്ളത് പാടില്ലാത്തതാണ്. അല്ലാഹു തആലയെ കൊണ്ടല്ലാതെ സത്യം ചെയ്യുന്നതിനെ നമ്മോട് വിലക്കപ്പെട്ടിട്ടുണ്ട്. കമാ ഫീ ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ പറഞ്ഞു, അലാ ഇന്നല്ലാഹ അസ്സ വജല്ല യൻഹാകും, നിങ്ങൾ അറിയണം, അല്ലാഹു നിങ്ങളോട് പറയുന്നു, അൻ തഹലിഫു ബിആബാഇകും, നിങ്ങളുടെ പിതാക്കളെ കൊണ്ട് സത്യം ചെയ്യുന്നതിന് അല്ലാഹു നിങ്ങളോട് തടഞ്ഞിട്ടുണ്ട്. ഫമൻ കാന ഹാലിഫൻ, അതുകൊണ്ട് ആരെങ്കിലും സത്യം ചെയ്യണമെങ്കിൽ ഫൽയഹ്ലിഫ് ബില്ലാഹ്, അവനെന്തിട്ടെ അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്യട്ടെ. ഔ യസ്മുത്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം, അല്ലെങ്കിൽ സത്യം ചെയ്യാനില്ല. സത്യം ചെയ്യണോ എന്നാൽ എന്ത് ചെയ്യട്ടെ, അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്യട്ടെ. ഹാദാ നഹ്യുൻ സ്വരീഹുൻ അനിൽ ഹലിഫി ബിഗൈരില്ലാഹ്, ഇവിടെ വളരെ സ്പഷ്ടമായിക്കൊണ്ട് അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുന്നത് പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചതാണ്, ഇമാം മുസ്ലിം സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസ്. അപ്പോൾ വളരെ വ്യക്തമാണ് പാടില്ല എന്നുള്ളത്, അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം പാടില്ല. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൗലു സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഹലഫ ബിഗൈരില്ലാഹ് ഫഖദ് കഫറ ഔ അശ്റക, അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് ആരെങ്കിലും സത്യം ചെയ്താൽ അവൻ എന്തായി, കുഫർ ചെയ്തു, അല്ലെങ്കിൽ ശിർക്ക് ചെയ്തു. ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടെ കഫറ, അവൻ കുഫർ ചെയ്തു, ഔ അശ്റക, അല്ലെങ്കിൽ അവൻ ശിർക്ക് ചെയ്തു എന്നൊരു പ്രയോഗമാണുള്ളത്. എന്താണ് അതിന്റെ അർത്ഥം? ഇഖ്തലഫ അഹ്ലുൽ ഇൽമി ഫി മഅന ഔ ഫി ഹാദൽ ഹദീസ് അലാ ഖൗലി, ഈ ഹദീസിൽ പറയുന്ന ഔ സാധാരണ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഇതല്ലെങ്കിൽ മറ്റത് എന്നുള്ള അർത്ഥത്തിനാണ്. എന്നാൽ ഈ ഹദീസിൽ വന്നിരിക്കുന്ന ഈ ഔവിന്റെ അർത്ഥം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരാൾക്ക് രണ്ട് അഭിപ്രായമുണ്ട്. അതിൽ ഒന്ന്, അന്നഹാ ശഖ്കും മിൻ ബഅദി റുവാത്തി യഅനി യകൂനുൽ ഹദീസ്, അതായത് ഈ ഹദീസ് ഉദ്ധരിച്ച അതിന്റെ റാവിമാരുണ്ട്, നിവേദനം ചെയ്തിരിക്കുന്ന റുവാത്തുകൾ, നിവേദകർ, അതിലേതെങ്കിലും ഒരു റാവി എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിനുണ്ടായ സംശയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് കഫർ, ഒന്നുകിൽ നബി അങ്ങനെയാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഔ യകൂൻ മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് അശ്റക, ഇതിൽ രണ്ടാമതൊന്നാണ് പറഞ്ഞത് എന്ന് സംശയം കൊണ്ട് ഏതൊരു റാവി എന്താണ് അങ്ങനെ പറഞ്ഞതാണ്. അതാണ് ഒരർത്ഥം.
അപ്പൊ നബിസ്വല്ലാസ്ലം രണ്ടാം ഒന്നേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ്. അതല്ലെങ്കിൽ വേറൊരു അഭിപ്രായ പ്രകാരം അന്ന ഔ ബിമഅനൽ വാവി, ഇവിടെ ഈ ഔ അല്ലെങ്കിൽ എന്നുള്ളത് അർത്ഥത്തിനല്ല, പിന്നെയോ വാവിന്റെ അർത്ഥത്തിനാണ്. ഫഖദ് കഫറ വശറക, അവൻ കുഫ്ർ ചെയ്തിരിക്കുന്നു, ശിർക്കും ചെയ്തിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിനാണ്. അപ്പൊ അവന് കുഫ്റും ശിർക്കും സംഭവിച്ചു എന്നുള്ള അർത്ഥത്തിനാണ്. കാരണം ഫയഖൂലുൽ മഅന, അപ്പോ കഫറ വശറക, അവൻ കുഫ്റും ശിർക്കും ചെയ്തു എന്നുള്ളത് എന്റെ അർത്ഥം. കാരണം ഈ പ്രയോഗം ധാരാളം പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. അതിന് തുല്യമായ ഒരു വാക്യമാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫതൻ ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുക്കൂറ. അല്ലാഹു സുബ്ഹാനഹു വ തആല രാവിനെയും പകലിനെയും ഒന്നിന് പിന്നാലെ ഒന്നായി കൊണ്ടുവരുന്നവനാണ്, നിശ്ചയിച്ചവനാണ്. അതിന് ഇതിന്നുണ്ട് ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുക്കൂറ, ഉറ്റാലോചിക്കാൻ, കാര്യങ്ങളെ സംബന്ധിച്ച് ബോധമുള്ളവനായി തീരാൻ, നന്ദിയുള്ള, അതേപോലെ തന്നെ ഔ അറാദ ശുക്കൂർ, അല്ലെങ്കിൽ നന്ദിയുള്ളവനായി തീരാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ഉറ്റാലോചിക്കാനും നന്ദിയുള്ളവനാകാനും എന്നുള്ള അർത്ഥത്തിനാണ്, ഏതെങ്കിലും ഒന്ന് എന്നുള്ള അർത്ഥത്തിനല്ല. ഇവിടെ ഈ ആയത്തിൽ ഔ എന്നുള്ളത് കൊണ്ടുവന്നിരിക്കുന്നത് അതും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇതല്ലെങ്കിൽ മറ്റത് എന്നുള്ളത് പറയാനല്ല. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ കാണാം അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാമിനോടും ഹാറൂൻ അലൈഹിസ്സലാമിനോടും കൽപ്പിച്ചു, ഫിർഔനിന്റെ അടുക്കിലേക്ക് അവർ നിയോഗിച്ചപ്പോൾ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ, നിങ്ങൾ ഇരുവരും അവരോട് വളരെ ലയ്യിനായ, മൃദുവായ, സോഫ്റ്റ് ആയിട്ടുള്ള വാക്കുകൾ പറയണം. ലഅല്ലഹു യതദക്കറു ഔ യഖ്ശ, അവനൊരു പക്ഷേ നിധിക്കാം, അവൻ കുറ്റാലോചിച്ചേക്കാം, കാര്യങ്ങൾ ബോധമുള്ളവനായേക്കാം. ഔ യഖ്ശ, അല്ലെങ്കിൽ പേടിയുള്ളവനായേക്കാം. എന്ന് പറഞ്ഞാൽ അവൻ കുറ്റാലോചിക്കുകയും പേടിയുള്ളവനാവുകയും ചെയ്തേക്കാം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഇതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഒന്നുകിൽ കുഫറും ശിർക്കും സംഭവിച്ചു എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ രണ്ടാമതൊന്നും വിശ്വാസം പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെയാണെങ്കിലും എന്താണ് അപകടം തന്നെയാണ്, കുഫറാണെങ്കിലും ശിർക്കാണെങ്കിലും. ഇനി ഇവിടെ അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് ഒരാൾ ഇങ്ങനെ സത്യം ചെയ്താൽ അതിന് രണ്ട് അവസ്ഥകളാണുള്ളത്. ഒന്ന് ശിർക്കൻ അക്ബർ, അത് തന്നെ ചെറുപ്പം ചെയ്തേക്കാം, വലിയ ശിർക്കായേക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കബറിൽ കിടക്കുന്ന ആളെ കൊണ്ട് സത്യം ചെയ്തു, അതല്ലെങ്കിൽ ചെറിയ ശിർക്കാകും. അപ്പൊ ഒന്നാമത്തേതായി ശിർക്കൻ അക്ബർ, വലിയ ശിർക്കാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയാണത്? ഇനി ഇവൻ ഇങ്ങനെ സത്യം ചെയ്യുമ്പോൾ അവന്റെ ഉള്ളിലുള്ള വിശ്വാസം, അവൻ വിശ്വസിക്കുന്നുണ്ട് ഇങ്ങനെ സത്യം ചെയ്യപ്പെട്ടവൻ അള്ളാഹുവിനേക്കാൾ എന്താണ് മഹത്വമുള്ളവനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഒരാൾ ചെയ്യുന്നത് എങ്കിൽ, അല്ലെങ്കിൽ അവൻ മുസാമില്ലവും, അല്ലെങ്കിൽ അള്ളാഹുവിന് തത്തുല്യമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അവരുടെ സ്ഥാനവും ബഹുമാനത്തിലെല്ലാം ഈ പറയുന്ന തത്തുല്യത കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിനേക്കാൾ കൂടുതൽ സ്നേഹവും ബഹുമാനവും കൊടുക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്? വലിയ ശിർക്കാണ്, സംശയമില്ല. രണ്ടാമത്തെ ശിർക്കൻ അസുഖം, രണ്ടാമത്തെ ചെറിയ ശിർക്ക് എന്നുള്ളതാണ്. ഇങ്ങനെ സത്യം ചെയ്യപ്പെടുന്നവരെ സംബന്ധിച്ച് വലിയ ബഹുമാന്യതയൊന്നും നമ്മൾ വിശ്വസിച്ച് കൽപ്പിച്ചിട്ടില്ല, അല്ലാതെ സ്വാഭാവികമായിട്ട് വായിൽ വരുന്ന വാക്കാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? ചെറിയ ശിർക്കാണ്. അപ്പൊ ഇത് ചില ആളുകൾ ഇങ്ങനെയുള്ള വാക്കുകൾ പറയും. അപ്പൊ അവരുടെ പറയും ഇത് പാടില്ലാത്തതാണ്, തെറ്റാണ് എന്ന് പറയുമ്പോൾ അവർ പറയും ഞാനത് അങ്ങനെ മനസ്സിൽ വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്നൊന്നുമല്ല, സാധാരണ പറയുമ്പോൾ പറയുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ സാധാരണ രീതിയിൽ വരുന്നതിനാണെന്ന് പറയണത് ഷിർക്കുൻ അസ്ഗർ അല്ലെങ്കിൽ കുഫ്റുൻ അസ്ഗർ എന്ന് പറയുന്നത് ഇങ്ങനെ വിശ്വാസമില്ലാതെ പറയുന്നതിനാണ്. വിശ്വസിച്ചുകൊണ്ടാണ് ഒരാൾ പറയുന്നതെങ്കിൽ എന്തായി മാറി? അത് വലിയ ശിർക്കായി മാറി. അപ്പൊ ഇത് പൊതുവെ സാധാരണ വരുന്നതാണ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യേണ്ടതല്ല, അവഗണിക്കേണ്ട ഒരു ചെറിയ വിഷയമല്ല, വലിയ വിഷയം തന്നെയാണ്. എന്നിട്ട് മുസ്ലിം പറയുകയാണ് ഉദാഹരണത്തിൽപ്പെട്ടതാണ് ചില ആളുകൾ സത്യം ചെയ്യും, അല്ലെങ്കിൽ കാബയെ കൊണ്ട് സത്യം ചെയ്യും. ചില ആളുകൾ അത് പാടില്ല. റബ്ബുൽ കാബയെ കൊണ്ട് സത്യം ചെയ്യാം, റബ്ബിനെ കൊണ്ട് ചെയ്യാം, കാബയെ കൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല. ഔബിൽ അമാന, അല്ലെങ്കിൽ വിശ്വാസതയെ മുൻനിർത്തിക്കൊണ്ട് സത്യം ചെയ്യും. അല്ലെങ്കിൽ ഏതെങ്കിലും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ മുൻനിർത്തിക്കൊണ്ട് ചെയ്യും. അനുഗ്രഹങ്ങൾ സൃഷ്ടികളാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ സൃഷ്ടിക്കാണ്. അല്ലെങ്കിൽ ഇന്നയാളുടെ ജീവിതം തന്നെ സത്യം എന്ന് പറയും. അല്ലെങ്കിൽ ഇന്നയാളുടെ തലയിൽ വെച്ച് സത്യം ചെയ്തുകൊണ്ട്
പറയുന്ന രീതിയില്ല, പല നാടുകളിലും കാണാം. തലയിൽ കൈവച്ചിട്ട് എന്ത് ചെയ്യുന്നു? സത്യം ചെയ്യുന്നു. ഔ അല്ലെങ്കിൽ അവന്റെ ബഹുമാന്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഇതെല്ലാം ഇതെല്ലാം ചെയ്യും. അള്ളാഹു അല്ലാത്തവരെ കൊണ്ടുള്ളതായ ഹദിഫിലാണ് ഇതെല്ലാം ഉൾപ്പെടുക. അതിനുശേഷം മുസ്ലിം പറയുന്നു, ഇത് ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ അർത്ഥം അത് വളരെ നിസ്സാരമാണെന്നല്ല അതിന്റെ അർത്ഥം. അത് കുഴപ്പമൊന്നുമില്ലാത്തതാണ്, നിസ്സാരമാണ് എന്നല്ല അതിന്റെ അർത്ഥം. പിന്നെയോ ശിർക്കുൽ അസ്ഗർ എന്നുള്ളത് പാപമാണ്. അതിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ മേലെ വേറൊരു പാപവുമില്ല ശിർക്കുൽ അക്ബർ അല്ലാതെ. അപ്പോ ശിർക്കുൽ അക്ബർ കഴിഞ്ഞാൽ നേരെ താഴെ നിൽക്കുന്ന പാപം ഏതാണ്? ശിർക്കുൽ അസ്ഗറാണ്. ഒരാള് വലിയ പാപം ചെയ്യുന്നു, തെറ്റ് ചെയ്യുന്നു, അതിനേക്കാളും ഗുരുതരമാണത് ചെറിയ ശിർക്ക് ചെയ്യുന്നത്. കാരണം വലിയ ശിർക്ക് കഴിഞ്ഞാൽ അതിന് നേരെ താഴെ നിൽക്കുന്നതാണ് ഇത് ചെറിയ ശിർക്ക് എന്നുള്ളത്. അപ്പൊ നിസ്സാരമല്ല. വലിയ വലിയ എണ്ണി പറയപ്പെട്ടിരിക്കുന്ന വലിയ പാപങ്ങളെക്കാളെല്ലാം ഗുരുതരമാണെന്ന് എന്ത് ചെറിയ ശിർക്ക് എന്നുള്ളത്. അതുകൊണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ വ്യാജമായ നിലയിൽ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യുന്നത്, വ്യാജമായ ഒരു കാര്യം അള്ളാഹു സത്യം ഇങ്ങനെയാണെന്ന് ഒരാൾ പറയാണ്, അതാണ് അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടം. മിൻ അൻ അഹ്ലിഫ ബിഗൈരിഹി വഅന സാദിഖുൻ, സത്യമായ ഒരു കാര്യം അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുന്നതിനേക്കാൾ അത്രയും ഗുരുതരാണ്. ഒരാൾ സത്യസന്ധമായി ശരിയായ ഒരു കാര്യം എന്ത് ചെയ്യുന്നു? അള്ളാഹു അല്ലാത്ത ഒരാളെ കൊണ്ട് സത്യം ചെയ്യുന്നു. അത് വളരെ ഗുരുതരമാണ്. അതിനേക്കാളും എനിക്കിഷ്ടം എന്താണ്? ഒരു കാര്യം, വ്യാജമായ ഒരു കാര്യം, തെറ്റായ കള്ളത്തരത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു? ഒരാൾ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യുന്നു. അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യുന്നതാണ്. കാരണം എന്താണ്? ഇവിടെ കളവ് സംഭവിച്ചെങ്കിലും ശിർക്ക് സംഭവിച്ചിട്ടില്ല, അള്ളാഹുവിനെ കൊണ്ടാണ് സത്യം ചെയ്തത്. രണ്ടാമത് പറഞ്ഞതിൽ കളവൊന്നും പറഞ്ഞിട്ടില്ല, സത്യം തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അവിടെ എന്ത് സംഭവിച്ചു? ശിർക്ക് സംഭവിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, വ്യാജമായി കൊണ്ട് അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യലാണ് സത്യസന്ധമായി അള്ളാഹു അല്ലാത്തവനെ കൊണ്ട് സത്യം ചെയ്യുന്നതിനേക്കാൾ എനിക്കിഷ്ടം. കാരണം അള്ളാഹു അല്ലാത്തവനെ കൊണ്ട് സത്യം ചെയ്താൽ അവിടെ എന്ത് ചെയ്തു? ശിർക്ക് സംഭവിച്ചു എന്നുള്ളതാണ്. ഫൽഹലിഫു ബില്ലാഹി തൗഹീദുൻ, അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യുക എന്നുള്ളത് തൗഹീദാണ്. അത് അള്ളാഹു കൊടുക്കുന്ന ബഹുമാനമാണ്, ആദരവാണ്. വലൗ കാന മഅഹു കബീറത്തുൽ കദിബ്, അതിനോട് കൂടെ വലിയ കളവുണ്ടെങ്കിലും ശരി, അതെന്താണ്? തൗഹീദാണ്. അവൻ അള്ളാഹു ബഹുമാനം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. വൽഹലിഫു ബിഗൈരിഹി ശിർക്കുൻ, അള്ളാഹു അല്ലാത്തവനെ കൊണ്ട് സത്യം ചെയ്യൽ എന്താണ്? ശിർക്കാണ്. വലൗ കാന മഅഹു ഹസനത്തു സുദ്ദഖ്, അവന്റെ കൂടെ സത്യം ഉണ്ടെങ്കിലും ശരി. ചെറിയ ശിർക്കിന്റെ ഒരു ഉദാഹരണമാണ് പറയുന്നത്. അള്ളാഹു അല്ലാത്തവനെ കൊണ്ട് ചെയ്യുക, സത്യം ചെയ്യുക. ഇതേപോലെ തന്നെ വാക്കുകൾ സംഭവിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട് ശിർക്കുമായി ബന്ധപ്പെട്ടത്. പലപ്പോഴും നാടൻ വർത്തമാനങ്ങളിലേക്ക് അത് കടന്നു വരുന്നുണ്ട്. അതിന്റെ വ്യത്യസ്ത ഇനങ്ങളെ സംബന്ധിച്ച് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി കിതാബ് തൗഹീദിൽ ചെയ്തിട്ടുണ്ട്. വിശദമായി സംസാരിക്കുന്നുണ്ട് വ്യത്യസ്ത അധ്യായങ്ങളിലൂടെ. അത് വായിച്ചിരിക്കൽ അനിവാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെയൊക്കെ എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. ചെറുപ്രായത്തിലെ ഇതുപോലുള്ള വാക്കുകൾ ഉണ്ടാകുന്ന സ്കലിതങ്ങൾ അതിനെന്ത് ചെയ്യേണ്ടതുണ്ട്? ഒഴിവാക്കേണ്ടതുണ്ട്. ഒരു കാര്യം അല്ലാഹു അല്ലാത്തവരിലേക്ക് ചേർത്ത് പറയുക, മഴ പെയ്യിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് അതുപോലുള്ള ചില കാര്യങ്ങൾ, നിഅമത്തുകൾ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയേണ്ടത്. അതല്ല അള്ളാഹു അല്ലാത്തവരിലേക്ക് ചേർത്ത് പറയുക എന്നത് പാടില്ലാത്തതാണ്. അള്ളാഹു കഴിഞ്ഞിട്ട് ആണ് എന്ത് ചെയ്തിട്ടുള്ളൂ ഏതെങ്കിലും കാര്യങ്ങൾ കിട്ടാൻ മറ്റുള്ള സബബ് മനുഷ്യരുണ്ടാകാം. പക്ഷെ അള്ളാഹുവിന് ശേഷം എന്നുള്ള രീതിയിലാണ് സംസാരിക്കാവുള്ളൂ. അള്ളാഹു ഇന്നയാളും എന്ന് പറയാൻ പാടില്ല. അള്ളാഹു കഴിഞ്ഞിട്ടാണ് എന്തുള്ളൂ ഇന്നയാളുള്ളൂ. അപ്പൊ ആ രീതിയിൽ വാക്കുകളിൽ വരുന്ന ധാരാളം ചെറിയ ചെറിയ നിസ്സാരമാണെന്ന് ഗണിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. അതിന് വിശാലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് കിതാബ് തൗഹീദിൽ പഠിപ്പിക്കുന്നുണ്ട്. കാരണം മലയാളം ദർസുകൾ ലഭ്യമാണ്, അല്ലെങ്കിൽ അതിന്റെ പരിഭാഷകൾ ലഭ്യമാണ്. ഓരോ വീട്ടിലും സൂക്ഷിക്കേണ്ട ഒരു ഗ്രന്ഥമാണ്. ഓരോ ദിവസവും എന്ത് ചെയ്യണം?
വായിക്കണം. തൗഹീദുമായി ബന്ധപ്പെട്ട അതുപോലുള്ള വിഷയങ്ങൾ വായിക്കണം. കുട്ടികളെ പഠിപ്പിക്കണം, സ്ത്രീകൾക്ക് പഠിപ്പിക്കണം. പലപ്പോഴും അവരുടെ സംസാരങ്ങളിലേക്ക് എന്ത് ചെയ്യും, ഇത് ബോധപൂർവം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട മാറ്റാണ്. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പലപ്പോഴും നമ്മുടെ വാക്കുകളിൽ തന്നെ വരും. പക്ഷെ ബോധപൂർവം അതിനെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ചെറുപ്രായത്തിലെ കുട്ടികളെ അങ്ങനെ സംസ്കരിച്ചെടുക്കൽ അനിവാര്യമാണ്. ഇനി മറ്റൊരു കാര്യം കൂടി മുസ്ലിം വിഷയത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഫായിദത്തുൽ കഫാറത്തുൽ ഹലിഫി ബിഗൈരില്ലാഹി തആല. ഇനി ഒരാൾ ഇങ്ങനെ സത്യം ചെയ്തു, അല്ലാഹു അല്ലാത്ത ഒരാളെ കൊണ്ട്, എന്നാൽ എന്താണ് അതിന്റെ പ്രായശ്ചിത്തം? പ്രായശ്ചിത്തം യുശ്റഉ ലിമൻ ഹലിഫ ബിഗൈരില്ലാഹ് യുശ്റഉ ലിമൻ ഹലഫ ബിഗൈരില്ലാഹ് അൻ യഖൂല ലാ ഇലാഹ ഇല്ലല്ലാഹ് കഫാറത്തുൻ ലഹു. ഒരാൾ ഇങ്ങനെ അല്ലാഹു അല്ലാത്തവനെ കൊണ്ട് സത്യം ചെയ്താൽ അതിന്റെ പ്രായശ്ചിത്തം അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയലാണ്. ഉടനെ പശ്ചാത്താപമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹലഫ ഫഖാല ഫി ഹലിഫിഹി, ഒരാൾ സത്യം ചെയ്യുന്നു, അങ്ങനെ അവന്റെ സത്യത്തിൽ അവൻ പറഞ്ഞു വല്ലാത്തി വൽ ഉസ്സ, ലാത്ത തന്നെ സത്യം അല്ലെങ്കിൽ ഉസ്സ തന്നെ സത്യം എന്ന് പറഞ്ഞു. ലാത്ത എന്ന് പറഞ്ഞു, ഉസ്സ എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പോ ഉള്ള വിഗ്രഹങ്ങളെ പോലെ തന്നെയാണ്. ലാത്തയെ സംബന്ധിച്ച് മുഫസ്സിരീങ്ങൾ പറഞ്ഞത് ആളുകൾക്ക് സഹായം ചെയ്തുകൊണ്ടിരുന്ന, പായസം ഉണ്ടാക്കി കൊടുക്കുന്ന, ഹാജിമാർക്ക് പായസം കൊടുക്കുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കബറിന് അരികിലാണ് എന്ത് ചെയ്തു, എത്തിക്കാത്തിരുന്നത്. ഇതായിരുന്നു ലാത്ത എന്നാണ്. അപ്പോ ഈ കബറിൽ കിടക്കുന്ന ആളുകൾ സത്യം ചെയ്യുന്നത് വളരെ വ്യാപകമാണ് പല സ്ഥലങ്ങളിൽ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും, വളരെ കൂളായി കൊണ്ട് സത്യം ചെയ്യും. പക്ഷെ കബറിൽ കിടക്കുന്ന ശേഖനെ കൊണ്ട് സത്യം ചെയ്യാൻ പറഞ്ഞാൽ പേടിയാണ്. കാരണം ഷേഖ് അറിയുന്നുണ്ട് എന്റെ സത്യം എന്നുള്ളതാണ് എന്റെ ധാരണ. അള്ളാഹ് അറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല എന്നുള്ളതാണ് അവരുടെ ധാരണ. ഷേഖ് എല്ലാം അറിയുന്നുണ്ട്, അവൻ കേൾക്കുന്നുണ്ട് എന്നുള്ള പിഴച്ച ധാരണയാണ്. അപ്പൊ അത് വലിയ ശ്രദ്ധയിലേക്ക് കൊണ്ടെത്തിക്കും. അപ്പോൾ തൗഹീദിലാണ് അവിടെ എന്തിയിരിക്കുന്നത്, ആഘാതം സംഭവിച്ചിരിക്കുന്നത്. അള്ളാഹു അല്ലാത്തവനെ കൊണ്ട് സത്യം ചെയ്യുമ്പോൾ തൗഹീദിലാണ് പിഴവ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രായശ്ചിത്തമായിട്ട് ആരെങ്കിലും ലാത്തയെ കൊണ്ട് വല്ലാത്ത് വൽ ഉസ്സ എന്ന് സത്യം ചെയ്താൽ ഫൽയഖൂൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഉടനെ എന്ത് ചെയ്യട്ടെ, ലാ പറയട്ടെ. ചിലപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ എന്ത് ചെയ്തേക്കാം, കുഫറിൽ നിന്ന് ഷിർക്കിൽ നിന്ന് ഇസ്ലാമിലേക്ക് വരുന്ന ആളുകൾക്ക് പെട്ടെന്ന് കടന്നു വരുമ്പോൾ അവരുടെ പതിവായ സത്യം ചെയ്യലായിരിക്കും ചിലപ്പോൾ ഈ പറയുന്ന വല്ലാത്ത് വൽ ഉസ്സ എന്നുള്ളത്. അങ്ങനെ ആരെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയട്ടെ, ഇബാദത്തിന് അർഹതയുള്ളവൻ അല്ലാഹു മാത്രമാണ് എന്നാണ് പറയട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. അപ്പോൾ അതാണ് അതിന്റെ കഫാറത്ത്. ഇനി അടുത്ത് ഇൻഷാ അല്ലാഹ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഗൈബുമായി ബന്ധപ്പെട്ടത്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ നമുക്ക് സംസാരിക്കാം. ആർക്കാണ് അദൃശ്യം അറിയുന്നവൻ? അല്ലാഹു അല്ലാത്ത ആരെങ്കിലും അദൃശ്യം അറിയുന്നുണ്ട്? നമ്മുടെ നാടുകളിൽ വളരെ പ്രമാദമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് അടുത്ത ദർസിൽ സംസാരിക്കാം. അല്ലാഹു കാര്യങ്ങളെ പഠിച്ചു മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. മരിക്കുവാനും അല്ലാഹുവിന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് നല്ല തൗഫീഖ് നൽകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين.